ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കലാത്തിയ പ്ലാന്റ് കൊടുക്കുന്ന കലാത്തിയ പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടൊന്ന്. അപ്പോൾ കുറേ പേരിനോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ കലാത്തിയ പ്ലാന്റാണ് കൊടുക്കാനുള്ളത്, കലാത്തിയ സെയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് നമ്മൾ ബ്രൈഡൽ ബൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നിറച്ച് ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല മണമാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ആരുടെയൊക്കെ കയ്യിൽ പിന്നെ ബ്രൈഡൽ ബൊക്കെ ഉണ്ട്. അപ്പം ഇത് എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു ആർച്ച് പോലെ ആക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പറയുക, അവിടെ ഒരാളെ ഹെൽപ്പില്ലാതെ നടക്കില്ല. അപ്പം അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു വൈറ്റ് ഫ്ലവറാണ്, നല്ല വൈറ്റ് അടിപൊളിയാണ് കേട്ടോ കളർ കാണാൻ. ഫ്ലവറിങ് പ്ലാന്റ്സിനോട് എനിക്ക് എന്തായാലും അപ്പം നല്ലൊരു ക്രേസ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇലച്ചെടികളായിരുന്നു ഇഷ്ടം, ഇപ്പോൾ എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനോടും ഭയങ്കര താല്പര്യമാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവൂലേ. അപ്പോൾ എനിക്കിങ്ങനെ ഫ്ലവറിങ് എന്നല്ല, എല്ലാ പ്ലാന്റിനോടും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇപ്പം ഫ്ലവറിങ് പ്ലാന്റിനോടും അധികം ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കലാത്തികളാണ് കേട്ടോ തൈകൾ കൊടുക്കാനുള്ളത്. ഈ ഒരു പിന്നെ കലാത്തിയ ഒന്നാമത്തെ ഈ കലാത്തിയ നല്ല രസമായിട്ടോ കാണാൻ. പക്ഷേ ഈ കലാത്തിക്കൊന്നും അധികം വെയിൽ പറ്റില്ല. വെയിലിൻ്റെ ചെറിയൊരു ഇതുണ്ടായാൽ തന്നെ അത് ഇലങ്ങനെ ചുരുണ്ട് നിൽക്കും, ഒരു ഉണങ്ങിയ പോലെയൊക്കെ ആവും കേട്ടോ. അപ്പം വെയിലില്ലാത്തടത്താണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കലാത്തിയ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലൊക്കെ വെയിലുള്ള വീടൊക്കെ ആണെങ്കിലും ഷെയ്ഡിലേക്കൊക്കെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം ഫസ്റ്റത്തെ ഒരു പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കലാത്തിയൻ്റെ. അതേപോലെ ഇതാണ് അടുത്ത കലാത്തിയ കേട്ടോ. ഇതുണ്ടോ, ചെറുതായിട്ട് വെയിൽ അവിടെ കൊള്ളുന്നുണ്ട്, അതുകൊണ്ടാണ് ഇല ഒരു സൂര്യാഘാതമായിട്ടാണ് ഇലക്ക്. അടുത്ത അതാണ്. ഇനി ഇതൊക്കെ അവിടെ അങ്ങനെ എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ. പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണിക്കണമെങ്കിൽ എടുത്തല്ലേ പറ്റൂ. പിന്നെ അടുത്ത ഇതാണ് കേട്ടോ. ഇതിൻ്റെ കുറേ തൈകളുണ്ട്. കാരണം ഇതിൻ്റെ ഇലയൊക്കെ നല്ല നമ്മൾ ശരിക്ക് ട്രീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടെടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ. കുറേ തൈകളൊക്കെ വരും. അതിൽ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ ടൈപ്പ് ഇപ്പോൾ വാങ്ങിക്കാണ്ട്. അപ്പം പിന്നെ അടുത്ത കലാത്തിയ അതാണ്. അങ്ങനെ അത് 3 പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. ഇത് കലാത്തിയൻ്റെ ഫാമിലി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും കുറേ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ വേണ്ടവർ എനിക്ക് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ള ഫോൺ നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പം ഇത് ഈ ഒരു ഭാഗത്ത് ഇവിടെ തണൽ കുറവായതുകൊണ്ട് ഇവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കലാത്തിയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കുറേ തൈകളുണ്ട്. ഇത് എല്ലായിടത്തും വീണ് മുളക്കുന്നൊരു കലാത്തിയാണ്. എൻ്റെ കയ്യിൽ തൊടിയിലൊക്കെ നമ്മളെ മുറ്റത്തൊക്കെ മുളയ്ക്കാറുണ്ട് കേട്ടോ കലാത്തിയ. എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കുറേ തൈകളൊക്കെ ഇങ്ങനെ മുളച്ച് വരാറുണ്ട്. പിന്നെ ഈ ഒരു പണി ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ ചെടി നോക്കുന്നത്. ചെടി നോക്കാൻ നല്ല മെനക്കെടാണ്. അപ്പം ഒരു പണി ഇല്ലാത്തവർക്ക് ചെടി നടാലോ എന്നൊരു ടോക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ അത് വെറുതെയാണ് കേട്ടോ. ചെടി നോക്കാൻ നല്ല പാട് തന്നെയാണ്. പക്ഷെ നമുക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് നോക്കുന്നത്. ഇതും കലാത്തി തന്നെയാണ് കേട്ടോ. പക്ഷെ അത് അതിൻ്റെ ലേലൻ്റെ ഒക്കെ ഒരു കളർ നോക്ക് നല്ല രസമല്ലേ. അതിൻ്റെ തന്നെ വക്കിന് ഒരു ഡാർക്ക് ഗ്രീന് വരുന്ന വേറൊരു കലാത്തിയും കൂടെയാണ് കേട്ടോ അത്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടില്ല. അപ്പോൾ ഈ ആദ്യം കാണിച്ചിട്ടുള്ള കലാത്തികളാണ് സെയിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഫോൺ നമ്പർ വെക്കാം കേട്ടോ. അതുകൊണ്ട് ഇതൊരു കലാത്തിയാണ്. ഇതൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കുറഞ്ഞ റേറ്റിന് വാങ്ങുന്ന കലാത്തിയാണ്. അതേപോലെ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് ഞാൻ വിൽക്കാറും. അപ്പം കലാത്തിയുടെ ചെറിയ കളക്ഷനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരുപാടില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ഈ കാണുന്ന ഇതൊക്കെ ഞാൻ തൈകളായ ശേഷം എന്താ പറയുക സെയിൽ ചെയ്യുന്നതായിരിക്കും. കുറഞ്ഞ റേറ്റിന് ഞാൻ സെയിൽ ചെയ്യുന്നതായിരിക്കും. ചെടികൾ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും, പക്ഷേ വലിയ വില ഒന്നും കൊടുത്തിട്ട് നമ്മൾ ചെടിയൊന്നും വാങ്ങൂല. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ നമുക്ക് എന്താണ് കുറേ പൈസയും ചിലവാവില്ല, കുറഞ്ഞ പൈസ കുറേ ചെടികൾ വാങ്ങുകയും ചെയ്യാം. അപ്പം എൻ്റെ അഗ്ലോണിമയും കലാത്തിയൊക്കെ ഈ ഏരിയയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ വെയിൽ കുറച്ച് കുറവായതിനെക്കൊണ്ട് അവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തണലുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല വേറെ കലാത്തികൾ കയ്യിലുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കലാത്തികൾ ആവശ്യമുണ്ട് കേട്ടോ. ഇതിൽ പെടാത്ത വെറൈറ്റീസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കലാത്തിയും കൂടി കളക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. വെക്കാൻ സ്ഥലമില്ല, പക്ഷേ
മുറ്റം ഫുള്ള് ചെടികളായിട്ട് വെക്കാൻ സ്ഥലമില്ല, എന്നാലും എനിക്ക് ചെടികൾ എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട്. ലക്കി ബാമ്പുവിൻ്റെ ഫാമിലി പെട്ട ഒരു ചെടിയാണ്. കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുറ്റത്തിൻ്റെ എല്ലാ ഏരിയയിലും എല്ലാ ഭാഗത്തും ചെടികളാണ് കേട്ടോ. ഈ ചെടി വെക്കാൻ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കൂല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ തെച്ചീൻ്റെ പൂക്കളുണ്ടായിട്ടുണ്ട്. ഇല കുറഞ്ഞിട്ട് പൂക്കളുണ്ട്, വളം ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും കൂടെ ഉഷാറാവും. അപ്പം ഇതിന്മേലുള്ള ഈ പഴം ഞാൻ കഴിക്കും കേട്ടോ, തെച്ചിപ്പഴം. നമ്മളാദ്യമൊക്കെ നടന്നു കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. ഇപ്പം ഈ ഒരു പൈപ്പിൻ്റെ കഷ്ണമല്ലേ, ഇതെനിക്കിൻ്റെ നെയ്ബർ തന്നാണ് കേട്ടോ. അവരെ മുറ്റം കോൺക്രീറ്റ് ഇട്ടപ്പം അവർക്ക് പിന്നെ അത് ആവശ്യമില്ല. അതിന്മേലൊരു ചെടീൻ്റെ പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് തന്നതാണ്. അതിന് എന്തെങ്കിലും ചെയ്യണം, അതിന് മോൾ ഉറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ എടുക്കും, പിന്നെ ചെയ്യണം എന്തായാലും. അപ്പം എന്താണ്, ഞാൻ തലേദിവസം മഴ പെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഇടിയും ഇന്നലൊക്കെ ഉണ്ടായപ്പോൾ ചെടി നനച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇലയൊക്കെ വാടി കിടക്കുന്നത്. മഴ ഒറ്റ പെയ്തതുമില്ല, ചെടി വാടുകയും ചെയ്തു. പിന്നെ ഈ താമര ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിൽ കൊതുക് നിറയാതെക്കാൻ വേണ്ടിയിട്ട് ഗപ്പീനെ പിടിച്ചിട്ടായിരുന്നു. പക്ഷേ ഞാൻ നല്ല നോക്കിയ സമയത്ത് അത് തീരെ വളർന്നില്ല. ഇപ്പം എന്താണെന്നറിയില്ല, മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പം അത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കൂല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെടി നനക്കൽ. ചെടീൻ്റെ മേൽഭാഗം ഇലടക്കം ഞാൻ നനക്കും. അപ്പോൾ നമ്മളെ ചെടികൾക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് തല അടക്കം കുളിച്ച് കഴിഞ്ഞാലൊരു പ്രത്യേക സുഖമാണല്ലോ. അതേപോലെ തന്നെയാണ് ചെടികൾക്കും. നമ്മൾ ടോട്ടലി ഇങ്ങനെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞങ്ങളൊരു കുടുംബക്കാരെ വീട്ടിൽ പോയപ്പം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അവിടെ അരിനെല്ലിക്ക കായ്ച്ച് കിടക്കുന്നത്. നമ്മളിതിന് അരിനെല്ലിക്ക എന്നാണ് കേട്ടോ പറയാം. അപ്പം അത് അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. താഴൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ അത് വേണ്ട, കാരണം കുറേ ഉണ്ടാകുമ്പം ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. നമുക്കില്ലാത്ത സാധനങ്ങളാവും നമുക്ക് ഇഷ്ടം. കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടിയില്ല. അതുപോലെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, കനകാമ്പരം എന്ന് അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു യെല്ലോ കളർ അവിടെ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുക്കുന്ന തൈ കൊണ്ടുവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലിക്ക. അപ്പോൾ ഇത് നമ്മൾ ഷോർട്സ് ഇടാൻ വേണ്ടി എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഉപ്പിലിടാൻ പോവുകയാണ്. കുറച്ച് മുളകിട്ടൊക്കെ തിന്നു, കുറച്ച് പിന്നെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു. ഇനി ബാക്കി ഇതേപോലെ ഉപ്പിലിട്ട് വെക്കുക ചെയ്യുക. അപ്പം ഇത് നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയലാവോ? പലരും പല പേരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരിനെല്ലിക്ക എന്നാ പറയാം. പിന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ചീരാമുളക് ഇട്ടാണ് ഉപ്പിലിടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.